അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഹാനവറുകളുടെ ജീവിതം സംഭവ ബഹുലാണ്. വളരെ ചിന്തിപ്പിക്കുന്നതും അർത്ഥപൂർണവുമായ ഒരു ജീവിതമായിരുന്നു മഹാനവറുകളുടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സാണ് സന്ദർഭം. എല്ലാവരെയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ടാകുമ്പോൾ എല്ലാവരെയും വിളിച്ച് ചേർത്തിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് കാര്യങ്ങൾ പറയാറാണ് പതിവ്. എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. സ്വഹാബാക്കളൊക്കെ വളരെ ആശങ്കയോ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് പോകുന്നത്. എന്തായിരിക്കും പറയാനുണ്ടാവുക? എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, മുത്തുനബി അതിനാണല്ലോ വിളിക്കുന്നത് എന്ന ചെറിയ ചർച്ചകളും മറ്റുമൊക്കെ ആയി പ്രവാചകന്റെ മുമ്പിൽ, ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും മുത്തുനബി എന്താ പറയുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കാതും കൂർപ്പിച്ച് നിൽക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു അവസരത്തിൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബാക്കളോട് പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, ഞാൻ നിങ്ങളോട് ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആരും ബനൂ ഇസ്രായേൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് എതിര് കാണിച്ചതുപോലെ എന്നോട് നിങ്ങൾ ആരും എതിര് കാണിക്കരുത് എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാൻ. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, മുത്തുനബി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ അങ്ങ് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, എന്ത് പറഞ്ഞാലും ശിരസാ വഹിക്കുന്ന, എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരു ടീമല്ലേ ഞങ്ങൾ, പിന്നെ എന്തിനാ നബിയെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന രീതിയിൽ പ്രതികരിച്ചു. അപ്പൊ ഹബീബിന്റെ മനസ്സ് നിറഞ്ഞു കാണും. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, പ്രിയപ്പെട്ട സ്വഹാബാക്കളെ, ഞാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി രാജാക്കന്മാരിലേക്ക് ആളുകളെ അയക്കാൻ പോവാണ്. വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. രാജാക്കന്മാരുടെ സദസ്സിലേക്ക് ഇസ്ലാമിക പ്രചരണമായിട്ട് പോകണം. എന്താ സംഭവിക്കുക? രാജാക്കന്മാർ സ്വാഭാവികമായിട്ടും ഞങ്ങളാണ് ഈ ലോകം ഭരിക്കുന്നത് എന്ന അഹങ്കാരത്തിന്റെ പറുദീസയുടെ മേൽ പടക്കപ്പെട്ട ആളുകളായിരിക്കും. അവരിങ്ങനെ ഞാനാണ് ഏറ്റവും വലിയ ആള്, എന്നെ എതിർക്കുന്ന ആരും ലോകത്തുണ്ടാവാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും. ആ സമയത്താണ് നേരെ പോയിട്ട് നിങ്ങൾ ആലോചിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അനുഷ്ഠിക്കുന്ന നിങ്ങളുടെ മതം ശരിയല്ല, ഞങ്ങളുടെ മതം ഇസ്ലാമാണ് ശരി എന്ന് രാജാക്കന്മാരോട് മുമ്പിൽ പോയി പറയേണ്ട ദൗത്യം ഞാൻ സഹാബാക്കൾക്ക് കൊടുക്കാൻ പോവാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വളരെ നിർണായകമായ തീരുമാനമാണ്. വളരെ ബുദ്ധിപരമായ ചില തീരുമാനങ്ങളാണ് എടുക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിരിക്കുന്നത്. വളരെ അപകടം നിറഞ്ഞതായ ഒരു തീരുമാനം കൂടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്കൊണ്ടിരിക്കുന്നത്. സ്വഹാബാക്കള് ആവേശമായി, എന്നെ അയച്ചോട് നബിയെ എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവരിക്കുന്നത്. അവർക്ക് മരിക്കാൻ പേടിയില്ല. ദീനിന് വേണ്ടി മരിക്കാൻ അവർക്ക് ഒരു ഭയമില്ലാത്ത ഒരു വല്ലാത്ത ഒരു കൂട്ടാണ്, വല്ലാത്തൊരു അനുയായികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. അവരാവേശഭരിതരായി അവരെന്തായാലും ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരെയായിരിക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കാൻ പോകുന്നത് എന്നതാണ് അടുത്ത ചിന്ത. എല്ലാവരും എന്നെ അയക്കണം എന്നുള്ള ചിന്തയിലാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ എന്നെ അയക്കോ, എൻ്റെ പേര് പറയോ, എൻ്റെ പേര് പറയോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 ആളുകളെ സെലക്ട് ചെയ്യുകയാണ്. ആ 6 ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ രാജാക്കന്മാരുടെയും അടുത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കാൻ. ആ 6 ആളിലെ പ്രധാനിയായ ഒരാളാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. അതെ, ജീവൻ മരണ പോരാട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ നടന്നു നീങ്ങുകയാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. വളരെ സന്തോഷമായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ സെലക്ട് ചെയ്തല്ലോ എന്നുള്ള വല്ലാത്ത സന്തോഷത്തിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ വീട്ടുകാരോടൊക്കെ യാത്ര പറയാണ്, ഞാനിങ്ങനെ യാത്ര പോവാണ്, രാജാക്കന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്, സിറ്റുവേഷൻ എന്താണെന്നറിയില്ല, അവരെങ്ങനെയാണ് പ്രതികരിക്കാന്നറിയില്ല,
വളരെ ആശങ്കയോടുകൂടിയുള്ള യാത്രയാണ്. ഒരുപാട് ദൂരം നടന്ന് പോവേണ്ടതുണ്ട്. ഒരുപാട് മണൽ പരപ്പുകളും കുന്നിൻ മലകളും കുന്നിൻ ചെരുവുകളും താണ്ടിയാണ് അവിടേക്ക് എത്തേണ്ടത്. എനിക്ക് പോകാനുള്ളത് കിസ്റ രാജാവിൻ്റെ അടുത്തേക്കാണ്. അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ടതുണ്ട്. ദുർഘടമായ യാത്രയിൽ നിങ്ങളോട് ഞാൻ യാത്ര പറയുകയാണ് എന്നൊക്കെ വീട്ടുകാരോട് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു വീട് വിട്ടിറങ്ങുകയാണ്. ദീർഘമായ യാത്ര, നീണ്ടതായ യാത്ര, ഒറ്റക്കുള്ള യാത്ര. യാത്രയിൽ ഒരുപാട് പ്രയാസകരമായ അനുഭവങ്ങൾ. അങ്ങനെ മഹാനവറുകൾ കിസ്റയുടെ നാട്ടിലേക്ക് എത്തുകയാണ്. കിസ്റ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. കൊട്ടാരവാതിക്കൽ ചെന്ന് അവിടെയുള്ള ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വരികയാണ്. ഞാൻ ഒരു കത്ത് കിസ്റ രാജാവിന് കൊടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. എനിക്ക് മുഹമ്മദ് നബി എൻ്റെ കയ്യിലൊരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കത്ത് എനിക്ക് രാജാവിന് നേരിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയാ ഞാൻ വരുന്നത് എന്നൊക്കെ അവിടെയുള്ള ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അങ്ങനെ ആ വിവരമറിഞ്ഞ കിസ്റയുടെ രാജാവ് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ പ്രധാനികളായ ആളുകളെയൊക്കെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു ചേർത്തു. ആ വലിയ സമൂഹത്തിൻ്റെ വലിയ ഒരു സദസ്സിൻ്റെ മുമ്പിലേക്കാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിന് കത്തുമായി പോവാനുള്ളത്. മഹാനവറുകൾ കത്തുമായിട്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ രാജാവിൻ്റെ വരവ് നടന്നു. രാജാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന സന്ദർഭമാണ്. ഇനി കത്ത് കൊടുക്കുകയും കത്ത് വായിക്കപ്പെടുകയാണ് ചെയ്യേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ലോകത്തിലെ പ്രമുഖനായ രാജാവിൻ്റെ കയ്യിലേക്ക് മാറ്റം ചെയ്യാൻ പോകുന്ന സുന്ദരമായ അസുലഭ നിമിഷമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ രാജസദസ്സിലേക്ക് വിളിക്കപ്പെട്ടു. മഹാനവറുകൾ ഇങ്ങനെ അവിടെ നിൽക്കാൻ. ആ സമയത്ത് രാജാവ് അദ്ദേഹത്തിൻ്റെ സർവ പ്രൗഢിയോടുകൂടിയും സർവ ശക്തിയോടുകൂടിയും അദ്ദേഹം ആജ്ഞാപിക്കുകയാണ്, പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിക്കൊണ്ട് വരണം. കത്ത് വാങ്ങാൻ വേണ്ടി ആള് വരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു മറുപടി പറയാണ്. രാജാവിൻ്റെ മുമ്പിലാണെന്നൊന്നുമില്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എങ്ങനെയാണോ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഞങ്ങൾ നിർവഹിക്കുമെന്നുള്ള പ്രതിജ്ഞാബദ്ധമായ ജീവിതമായിരുന്നല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനോട് രാജാവ് കത്ത് വാങ്ങാൻ വേണ്ടി ഒരാളെ പറഞ്ഞയക്കുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ കത്ത് നിങ്ങളുടെ കയ്യിൽ തരൂല. സദസ്സ് ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലാണ്. രാജാവ് പറഞ്ഞയച്ച ദൂതന്റെ കയ്യിൽ, രാജാവ് പറഞ്ഞയച്ച രാജാവിൻ്റെ പ്രതിനിധിയുടെ കയ്യിൽ കത്ത് കൊടുക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു തയ്യാറാവുന്നില്ല. രാജസദസ്സ് ഒന്നടങ്കം അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കാണ്. ഇനി എന്താ നടക്കാൻ പോവാന്നറിയില്ല. കൊല്ലോ അല്ല പിന്നെ എന്തെങ്കിലുമൊക്കെ അക്രമം ഉണ്ടാക്കിയിടോ അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ കത്ത് സ്വീകരിക്കാതിരിക്കുമോ എന്നറിയില്ല. രാജാവിൻ്റെ മുമ്പിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാജാവിൻ്റെ കയ്യിലാണ് കത്ത് കൊടുക്കാൻ പറഞ്ഞത്. രാജാവിൻ്റെ കയ്യിൽ മാത്രമേ കത്ത് കൊടുക്കൂ, ആര് വന്നിട്ടും കാര്യമില്ല എന്ന് പറയാണ്. രാജാവ് കുടുങ്ങി. അവസാനം രാജാവ് പറയണം, എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിടൂ, കത്ത് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറയാം. അങ്ങനെ രാജാവ് കത്ത് വാങ്ങി. കത്ത് വാങ്ങിയിട്ട് അറബിയൊക്കെ വായിക്കാൻ അറിയുന്ന ഒരാളോട് കത്ത് പൊളിച്ചിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. കത്ത് പൊളിച്ചിട്ട് വായിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബിയിൽ നിന്ന് കിസ്റയുടെ രാജാവിലേക്കുള്ള കത്ത് എന്നങ്ങോട്ട് വായിക്കുമ്പോഴേക്ക് അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ, ദേഷ്യം പിടിച്ച് മുഖമൊക്കെ ചോന്ന് ആകെ ആള് ദേഷ്യം പിടിച്ച് വല്ലാതെ ആവാണ്. എന്നിട്ട് നേരെ പോയി ആ കത്തിങ്ങ് പിടിച്ചു വാങ്ങി വലിച്ചു കീറി ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്നിട്ട് എൻ്റെ മുമ്പിൽ സ്വയം റസൂലാണെന്ന് പരിചയപ്പെടുത്താൻ അയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറഞ്ഞിട്ട് ആ കത്ത് കീറുന്നത്.
കത്ത് അവിടുന്ന് ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുമ്പിൽ നിന്ന് പിടിച്ചു വലിച്ച് കീറി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഹുദാഫയെ വന്നയാളെ വേഗം പറഞ്ഞയക്കണമെന്ന് പറയുന്നു. ഹുദാഫ റളിയല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് അവർ വളരെ ക്രൂരമായി കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. മഹാനവറുകൾ ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് യാത്ര തിരിച്ചു. അള്ളാഹുവിൻ്റെ ഹബീബിലേക്കുള്ള യാത്രയിലാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ രാജാവിൻ്റെ കോപം നിലച്ചു, ദേഷ്യമൊക്കെ മാറി. എന്നിട്ട് അവരുടെ പട്ടാളക്കാരോട് പറഞ്ഞു, ഇപ്പൊ പോയ ആളില്ലേ, അദ്ദേഹത്തെ വേഗം പിടിച്ചോണ്ട് പോവാ, അദ്ദേഹത്തെ എനിക്ക് കാണണം. പെട്ടെന്ന് മനസ്സ് മാറാണ്. ഇവര് ആ നാട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയും വഴിയോരങ്ങളിലൂടെയും മൊത്തം അന്വേഷിച്ചു, എവിടെയും കാണാൻ പറ്റിയില്ല. അങ്ങനെ അവർ നിരാശയോടുകൂടി രാജസദസ്സിലേക്ക് മടങ്ങി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നബിയെ, ഇങ്ങനെയാണ് വിഷയമുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടുപോയി കത്ത് കൊടുത്തു. നബി പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തത്. അദ്ദേഹം അത് ഒരു വിലയും ഇല്ലാതെ അതിനെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞു. നബിയെ, എനിക്ക് വളരെ പ്രയാസമായി എന്ന രീതിയിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ആ കത്ത് പിച്ചി ചീന്തിയവൻ്റെ ഭരണവും അല്ലാഹു തആല പിച്ചി ചീന്തട്ടെ. അത് വല്ലാത്തൊരു പ്രഖ്യാപനമായിരുന്നു, വല്ലാത്തൊരു ദുആ ആയിരുന്നു, വല്ലാത്തൊരു പ്രാർത്ഥനയായിരുന്നു. അല്ലാഹു തആല അത് അക്ഷരം പ്രതി നടപ്പിലാക്കിയോ ഇല്ലേ എന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ രാജാവ് ഇദ്ദേഹത്തിൻ്റെ യമനിലുള്ള പ്രതിനിധിക്ക് ഒരു കത്തയക്കാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ഒരാൾ വന്നിരുന്നു, അദ്ദേഹം മക്കയിലുള്ള മദീനയിലുള്ള മുഹമ്മദിൻ്റെ ആളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളുകളെ അയച്ചിട്ട് അദ്ദേഹത്തോട് സംസാരിക്കണം, എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയണം. ഈ രണ്ടു പേരുടെ കൂടെ തന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറയണം. അഥവാ എൻ്റെ ഈ കാര്യത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ കിസ്ര ആരാണെന്ന് അദ്ദേഹം അറിയേണ്ടി വരും, കാണേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ബാദാൻ എന്ന് പറഞ്ഞ യമനിലെ തൻ്റെ മന്ത്രിയുടെ അടുത്തേക്ക് ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. കത്ത് കിട്ടിയ ഉടനെ ബാദാൻ രണ്ടുപേരെ ഇങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വളരെ നല്ല ബുദ്ധിയുള്ള നല്ല കുശാഗ്ര ബുദ്ധിയുള്ള അഗ്രഗണ്യരായ രണ്ടാളുകളെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അവരെത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ബാദാൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ അടുത്തുനിന്ന് വരികയാണ്. അദ്ദേഹം നിങ്ങളോട് എത്രയും പെട്ടെന്ന് കിസ്രയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് സ്വീകരിക്കണം. അത് നിരസിച്ചാൽ കിസ്ര ആരാന്ന് നിങ്ങൾ അറിയേണ്ടി വരും. നിങ്ങൾ കിസ്രയുടെ തനി സ്വഭാവം അറിയുന്നൊക്കെ പറഞ്ഞ് വല്ലാതെ പേടിപ്പിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്ന് ഇവിടെ താമസിക്ക്, നാളെ ആവട്ടെ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം. പിറ്റേ ദിവസമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോ, കാരണം കിസ്ര രാജാവ് മരിച്ചിരിക്കുന്നു. ഇവർക്കണ്ട് ദേഷ്യം വന്നു. എന്താ നിങ്ങൾ പറയുന്നേ? നിങ്ങൾ കളി കിസ്രയോടാണെന്നുള്ള ബോധം വേണം കേട്ടോ എന്നുള്ള രീതിയിൽ വളരെ ശോഭിച്ചുകൊണ്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങളിത് നിങ്ങളുടെ രാജാവിനക്ക് എഴുത് എന്നൊക്കെ പറഞ്ഞു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, കിസ്രയുടെ ഭരണം ഇവിടെ അവസാനിക്കാൻ പോവാണ്. വളരെ വൈകാതെ തന്നെ മുസ്ലിമീങ്ങൾ കിസ്രയെ അടക്കി ഭരിക്കും, കിസ്രയെ നമ്മൾ പിടിക്കും. അതുകൊണ്ട് തന്നെ ആ സാമ്രാജ്യം കിസ്രയുടെ സാമ്രാജ്യം ഉണ്ടാവൂല. അതുകൊണ്ട് നിങ്ങളുടെ രാജാവിനോട് മുസ്ലിം ആവാൻ പറയൂ. നിങ്ങളുടെ രാജാവ് മുസ്ലിമായി വരികയാണെങ്കിൽ കിസ്രയുടെ ഭരണം
എന്താക്കുക, അവർക്ക് നൽകാം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാണ്. നിങ്ങളെ വീണ്ടും ബാദാൻ എന്ന നിങ്ങളുടെ രാജാവിനെ രാജാവായി വായിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുകൊടുക്കാൻ അവരിതെല്ലാം പോയി ബാദാനോട് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ക്ഷീറവൈഹി എന്ന കിസ്രയുടെ രാജാവിൻ്റെ മകൻ്റെ കത്ത് ഈ ബാദാൻ രാജാവിന് കിട്ടിയിരുന്നു. ബാദാൻ ആ കത്ത് വായിക്കാൻ, കത്തിലുള്ളത് എൻ്റെ വാപ്പയെ ഞാൻ കൊന്നിരിക്കുന്നു, ഇപ്പം ഞാനാണ് ഇവിടുത്തെ ഭരണാധികാരി, നിങ്ങളും നിങ്ങളുടെ ഭരണത്തിന് കീഴിലുള്ള ആളോടൊക്കെ എന്നെ അനുസരിക്കണം, അവരോടൊക്കെ നിങ്ങൾ എന്നെ അനുസരിക്കാൻ വേണ്ടി പറയണം, ഞാനാണ് രാജാവ് എന്ന് അവരോട് പ്രഖ്യാപിക്കണം. ഈ സമയത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശവും ബാദാന് കിട്ടുന്നത്. ബാദാന് ക്ഷീറവൈഹിയുടെ കത്ത് കീറി വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദ് ചൊല്ലിയിട്ട് മുസ്ലിമായി. അങ്ങനെ ആ സമയത്ത് ബാദാൻ, യമനിലുള്ള ബാദാൻ്റെ കീഴിലുള്ള ആളുകളൊക്കെ, ആ രാജഭരണത്തിൻ്റെ കീഴിലുള്ള ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കത്തിൻ്റെ ഒരു മഹത്വം അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കത്ത് കൊണ്ട് ബാദാൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കീഴിലുള്ളൊരു സാമ്രാജ്യം മൊത്തം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വലിയൊരു വിജയമായി ആഘോഷിക്കുകയാണ്. അപ്പോഴത്തേക്കും ക്ഷീറവൈഹി മരിക്കാൻ ഒരു കാരണമുണ്ട്. വളരെ അധികം ലൈംഗികതയ്ക്ക് അഡിക്റ്റായ ഒരാളായിരുന്നു ക്ഷീറവൈഹി. ആ ക്ഷീറവൈഹി തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ക്ഷീറവൈഹിയുടെ വാപ്പ കിസ്ര എന്താക്കിയിരുന്നു, ക്ഷീറവൈഹിയെ കാണുന്ന രൂപത്തിൽ ഒരു കുപ്പിയിൽ കുറച്ച് വിഷമാക്കിയിട്ട് ലൈംഗിക ഉത്തേജക മരുന്ന് എന്ന് എഴുതി വച്ചിരുന്നു. ക്ഷീറവൈഹി എടുത്ത് അതങ്ങ് കുടിച്ചു, അയാളും മരിച്ചു. പിന്നെ ഈ കിസ്രയുടെ കുടുംബത്തിൽ ഒറ്റ ആൺതരികളില്ലാത്തതിൻ്റെ പേരിൽ ആ ഭരണം ഏറ്റെടുക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയായി. സ്ത്രീയായിരുന്നു പിന്നെ ഏറ്റെടുത്തത്, ഒരു മകളാണ് ഏറ്റെടുത്തത്. അവർക്കും ഭരണം നഷ്ടപ്പെട്ടു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആ കിസ്രയുടെ സർവ്വ ഭരണങ്ങളും ഇസ്ലാമിൻ്റെ കീഴിൽ വരികയാണ്. ഇതാണ് അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജീവിതം ഇവിടെ അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന വലിയ സംഭവം. അല്ലാഹു തആല മഹാനവറുകളുടെ കൂടെ നമ്മയൊക്കെ നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.